എക്സോട്ടിക് വാലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ നോർമൽ അഡീനിയം വെറൈറ്റീസിലെ 5th പാർട്ടാണിത്. സോ ഇതിന് മുമ്പുള്ള പാർട്ട് വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് ഈ 5th പാർട്ട് കാണുക. നമ്മളതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സോ നമ്മുടെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു റോസും വൈറ്റും കൂടെ മിക്സ് ചെയ്തൊരു കളർ കോമ്പിനേഷനാണ്. സോ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഓരോ ഫ്ലവറിന് നമ്മൾ ഓരോ കോഡ് നൽകിയിട്ടുണ്ട്. സോ ഈ ഫ്ലവറിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 69 എന്നാണ്. ഫ്ലവേഴ്സ് എല്ലാം ഇഷ്ടപ്പെടുന്നവർ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഈ കോഡ് വെച്ചിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. സോ ഫസ്റ്റ് ഫ്ലവർ ഇതാണ്. ദെൻ സെക്കൻഡ് ഫ്ലവർ എന്ന് പറയുന്നത് അതും ഒരു റോസ് ടൈപ്പ് തന്നെയാണ്. റോസും വൈറ്റും കൂടെ മിക്സ് ചെയ്തൊരു കളർ കോമ്പിനേഷനാണ്. പക്ഷേ ഈ ഫ്ലവറിൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇതിൻ്റെ നമ്മുടെ ഫസ്റ്റ് പെറ്റലിൽ നല്ലൊരു വയലറ്റ് ലൈനും കൂടെ വരുന്നുണ്ട്. ശ്രദ്ധിച്ചായിരുന്നോ? അപ്പോൾ അങ്ങനെ ഒരു 3 കളർ വരുന്ന ട്രൈ കളർ ഒരു ഫ്ലവറാണ് ഇത്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ റെഡാണ്. റെഡ് മാത്രമല്ല, റെഡും അതിൻ്റെ എഡ്ജസിലായിട്ട് ബ്ലാക്കിഷ് വരുന്നൊരു കളർ കോമ്പിനേഷനും കൂടെയാണ്. സോ ഇതും നല്ലൊരു ഫ്ലവറാണ്. നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 67 എന്നാണ്. നെക്സ്റ്റ് വരുന്നതും ഒരു റെഡാണ്. റെഡും ഒരു ഡാർക്ക് ഷെയ്ഡ് ബ്ലാക്കിഷ് വരുന്നൊരു ഡാർക്ക് ഷെയ്ഡ് എഡ്ജസിൽ വരുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. ഇത് മൾട്ടിപ്പറ്റലാണ്. ഇത് കോഡ് വരുന്നത് ALA 66 എന്നാണ്. നെക്സ്റ്റ് വരുന്നതും ഒരു റെഡ് കോമ്പിനേഷനാണ്. നമ്മളിപ്പോൾ അടുപ്പിച്ച് റെഡ് ഫ്ലവേഴ്സ് ഇപ്പോൾ 3 നമ്മൾ കണ്ടു. അപ്പോൾ ഓരോ ഫ്ലവറിലും എന്തോരം വ്യത്യാസമുണ്ട് അല്ലേ കാണാനായിട്ട്. ഇതും ഒരു നല്ലൊരു ക്യൂട്ട് റെഡാണ്. റെഡും ബ്ലാക്കിഷ് റെഡ് വരുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 65 എന്നാണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റോസ് ആണ്. റോസ് എന്നല്ല, ഒരു പിങ്ക്, ഒരു ഡാർക്ക് പിങ്ക് പോലത്തെ ഒരു കളർ കോമ്പിനേഷനാണ്. ദെൻ ഇതിൽ മൾട്ടിപ്പറ്റലാണ്. നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 64 എന്നാണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോ പ്ലസ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ഫ്ലവറാണ്. ദെൻ ഈ പ്ലാന്റിൽ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ. നമുക്ക് ഒരു സീസണിൽ നല്ല ഫ്ലവർ കിട്ടിയായിരുന്നു. ആ ഒരു ഒറ്റ പ്ലാന്റിൽ നിന്ന് ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതും നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലാന്റാണ്. നമുക്കിതിൻ്റെ കോഡ് നൽകിയിട്ടുള്ളത് ALA 63 എന്നാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലഡ് റെഡ് ബ്ലാക്ക് ഷെയ്ഡഡ് വരുന്ന ഒരു വെൽവെറ്റ് ഡിസൈനിൽ വരുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. നമ്മൾ വെൽവെറ്റ് ഡ്രസ്സൊക്കെ അറിയില്ലേ, അതേ ആ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ പെറ്റൽസിന്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഫ്ലവറാണ് അല്ലേ. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റും കൂടിയാണ്. ഇതിൽ വരുന്ന ബ്ലാക്കിഷ് റെഡ് എഡ്ജസിൽ വരുന്നുണ്ട്. നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 62 എന്നാണ്. നെക്സ്റ്റ് വരുന്നതും ഒരു യെല്ലോ ടൈപ്പാണ്. യെല്ലോയും ഒരു ബ്രൗണിഷ് റെഡ് പോലത്തെ ഒരു കളറുമാണ്. അതിൻ്റെ യെല്ലോ പെറ്റിൽ കണ്ടായിരുന്നോ ലൈന്, ആ ഒരു സെയിം കളർ ലൈനും സെൻറ്ററിൽ കൂടെ വരുന്നുണ്ട്. സോ ഇതൊരു നല്ലൊരു ഫ്ലവറാണ്. നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 61 എന്നാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പാർട്ട് 3 തോന്നുന്നു. ഞാനൊരു വീഡിയോയിലും ഇതുപോലത്തെ ഒരു ഫ്ലവർ ഇട്ടിട്ടുണ്ട്. നമുക്കത് ഫ്ലവർ ആണെന്നേ തോന്നില്ല, ലീവ്സ് തന്നെയാണെന്ന് തോന്നുന്നു. അതേ ഒരു ടൈപ്പ് ഫ്ലവറാണിത്, ഒരു പ്ലാന്റാണിത്. നമുക്കിതിലും കളർ വരുന്നത് യെല്ലോയും റെഡും കൂടെ മിക്സ് ചെയ്ത ഒരു കളർ കോമ്പിനേഷനാണ്. നല്ല സിംഗിൾ പെറ്റലാണ്, നല്ലൊരു ഫ്ലവറാണ്. ഇതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 60 എന്നാണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോ ഫ്ലവറാണ്. അതിന് എഡ്ജസിൽ മാത്രമായിട്ട് ഒരു ഓറഞ്ചിഷ് ഒരു കളറും കൂടെ വരുന്നുണ്ട്, എഡ്ജസിൽ മാത്രം. അപ്പോൾ ഇതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 59 എന്നാണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ക്യൂട്ട് റെഡെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു റോസ് പ്ലസ് റെഡ് അങ്ങനെ ഒരു കളർ കോമ്പിനേഷനാണ്. നമ്മൾ അതിൻ്റെ എഡ്ജിൽ മാത്രം നൈസായിട്ട്, ഇപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മാത്രമേ കാണൂ, എഡ്ജിൽ മാത്രം നൈസായിട്ട് അതിന് ഡാർക്ക് ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. പിന്നെ ഒരു വൈറ്റ്, ഒരു ജസ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡും കൂടെ സെൻറ്ററിൽ മാത്രമായിട്ട് വരുന്നൊരു ഫ്ലവറാണിത്. നമ്മളിത് കോഡ് നൽകിയിട്ടുള്ളത് ALA 58 എന്നാണ്. നെക്സ്റ്റ് ഒരു ഫ്ലവർ എന്ന് പറയുന്നത് ഇത് വൈറ്റും റെഡും കൂടെ ഒരു മിക്സ് ചെയ്തൊരു കളർ കോമ്പിനേഷനാണ്.
ആ വൈറ്റ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കോറൽ ഡിസൈൻ പോലെ വരുന്നുണ്ട്. ദെൻ സെൻറ്ററിൽ കൂടെ റെഡ് ലൈനും വരുന്നുണ്ട്. സോ ഇതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 57 എന്നാണ്. നെക്സ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ റെഡ് ഫ്ലവർ. സോ ഇതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 56. നെക്സ്റ്റ് ഇത് ശരിക്കും ഒരു ബ്യൂട്ടിഫുൾ ഒരു ഫ്ലവറാണ്. നമ്മുടെ ബ്ലാക്ക് നല്ല നല്ല പ്യുവർ ബ്ലാക്ക് കളറായി മാറും ഇതിൻ്റെ ഫസ്റ്റ് പെറ്റൽസ് എല്ലാം. അതിൽ കൂടെ ഒരു വയലറ്റ് പ്ലസ് റോസ് ലൈൻ ഒക്കെ വന്നിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ഫ്ലവർ ആയിരിക്കും ഇത്. സോ ഇതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 55 എന്നാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു റെഡും ഒരു വയലറ്റും ബ്ലാക്കും ഒക്കെ ചേർന്ന ഒരു കളർ കോമ്പിനേഷനാണ്. എഡ്ജസ് മാത്രമാണ് ആ ഡാർക്ക് ഷെയ്ഡ് വരുന്നത്. ദെൻ ഇതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 54 എന്നാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു റെഡും പിങ്കും റോസും കൂടെ കലർന്ന ഒരു കളർ കോമ്പിനേഷനാണ്. ട്രൈ കളർ ഫ്ലവറാണ്, മൾട്ടിപെറ്റലാണ്. സോ ഇതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 53 എന്നാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ ഫ്ലവർ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൻ്റെ കോഡും കൂടെ കമൻ്റൊക്കെ ആയിട്ട് നമുക്ക് അയച്ചു തരിക കേട്ടോ. അപ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ആയിരിക്കും ഇതൊക്കെ ചെയ്യാനും, കുറച്ചൊരു മോട്ടിവേഷനും കൂടെ ആയിരിക്കും. സോ നമുക്ക് ഈ ഫ്ലവറിലേക്ക് പോകാം. ഇതിൽ വരുന്നത് ഒരു വൈറ്റും റോസും ചേർന്നൊരു കളർ കോമ്പിനേഷനാണ്. ദെൻ ഇതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 52 എന്നാണ്. നിങ്ങൾ ഈ കോഡ് ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് എളുപ്പമായിരിക്കും ഡെലിവറി ചെയ്യാനും. ആവശ്യമുള്ളവർ പറയണം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റും റെഡും നല്ലൊരു ക്യൂട്ട് സിംഗിൾ പെറ്റലാണ്, പക്ഷെ നല്ല രസമാണ് ഇത് കാണാൻ. പ്യുവർ റെഡ് മാത്രമല്ല, അതിൻ്റെ ആ റെഡും വൈറ്റിൻ്റെയും ഇടയിലൂടെ ഒരു റോസ് ലൈനും കൂടെ വരുന്നുണ്ട്. നല്ലൊരു ഫ്ലവറാണ്. നമ്മളിതിന് കോഡ് നൽകിയിട്ടുള്ളത് ALA 51 എന്നാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു വയലറ്റ് ഫ്ലവറാണ്. വയലറ്റ് പ്ലസ് വൈറ്റ് ആണ്, മൾട്ടിപെറ്റൽ ഫ്ലവറാണ്. സോ നമ്മൾ ഇതിന് കോഡ് നൽകിയിട്ടുള്ളത് ALA 50 എന്നാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ പ്ലസ് റെഡ് പ്ലസ് ഒരു പിങ്ക്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഒരു കളർ പിങ്ക് ആണെങ്കിലും പിന്നെ അതൊരു ഫ്ലവറായി മാറുമ്പോഴത്തേക്കും അതൊരു റെഡിഷ് കളറേക്ക് മാറ്റും, ബീട്രൂട്ട് റെഡ് പോലെ ആയിട്ട് മാറും. സോ ഇതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 49 എന്നാണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ക്യൂട്ട്, എനിക്ക് ഈ ലൈറ്റ് കളേഴ്സ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ക്യൂട്ട് പിങ്ക് അല്ലേ, പിങ്ക് പ്ലസ് വൈറ്റ്, ആ എഡ്ജസിൽ മാത്രം പിങ്ക് വരുന്ന ഒരു കോമ്പിനേഷനാണ്. നല്ലൊരു ഫ്ലവർ. സോ ഇത് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 48. നെക്സ്റ്റ് വരുന്നത് റെഡ് ഫ്ലവറാണ്. നമ്മൾ ഈ വീട്ടിൽ തന്നെ ഒത്തിരി റെഡ് കണ്ടല്ലേ, പക്ഷെ ഓരോ ഫ്ലവറും ഭയങ്കര വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതും ഒരു റെഡാണ്, അതിൻ്റെ സെൻറ്ററിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്, എഡ്ജസിൽ ഒരു ബ്ലാക്കിഷ് കളറും വരുന്നുണ്ട്. നമ്മൾ കോഡ് നൽകുന്നത് ALA 47. നെക്സ്റ്റും ഒരു റെഡ് കളറാണ്, സെൻറ്ററിൽ മാത്രം വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു മൾട്ടിപെറ്റൽ ഫ്ലവറാണ്. കോഡ് നൽകിയിട്ടുള്ളത് ALA 46. നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് സ്വാൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് സിംഗിൾ പെറ്റലാണ്, പക്ഷേ നിങ്ങൾ സൂം ചെയ്ത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഈ വരയ്ക്കുന്ന പോലെയുണ്ട് ഈ ഫ്ലവേഴ്സ്. അതിന് വൈറ്റ് കളർ ആ ഒരു സെൻറ്ററിൽ ബോർഡർ വരുന്നത് കണ്ടോ, അതും പിന്നെ നല്ല ബ്ലാക്ക് ആവും കേട്ടോ. ഇത് നമുക്ക് ഇപ്പോൾ റെഡ് ആണെങ്കിലും ചില ഫ്ലവേഴ്സ് മാത്രം നമുക്ക് കാണാൻ പറ്റും, നല്ല ബ്ലാക്ക് ആവും. ബ്ലാക്കിൽ വൈറ്റ് ലൈൻ വരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവറാണിത്. ഇതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 45 എന്നാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു റെഡും പ്ലസ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ഫ്ലവറാണ്, മൾട്ടിപെറ്റൽ തന്നെയാണ്. കോഡ് നൽകുന്നത് ALA 44. നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ പ്ലസ് റെഡ് ഷെയ്ഡ് തന്നെയാണ്, മൾട്ടിപെറ്റലാണ്, നല്ലൊരു ക്യൂട്ട് ഫ്ലവർ. സോ ഇതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 43. നെക്സ്റ്റ് വരുന്നത് വൈറ്റ് പ്ലസ് പിങ്ക് ഷെയ്ഡാണ്, നല്ലൊരു ക്യൂട്ട്
ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ റോസാപ്പൂ അത് തന്നെയാണ്. നല്ലൊരു രസമുള്ള ഒരു ഫ്ലവറാണ്. നല്ല പ്ലസൻറ്റ് ഫീലാണ്. നമ്മളിതിന് കോഡ് നൽകിയിട്ടുള്ളത് ALA42. നെക്സ്റ്റ് വരുന്നത് ഒരു വയലറ്റ് പ്ലസ് പിങ്ക് പ്ലസ് വൈറ്റ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ കളേഴ്സൊക്കെ? ആ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA41. നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ബ്യൂട്ടിഫുൾ, നല്ലൊരു എന്താ പറയുക, നല്ലൊരു അട്രാക്റ്റീവ് കളറാണ്, ഫ്ലവറാണ്. നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA40 എന്നാണ്. റെഡ് പ്ലസ് ബ്ലാക്കിഷ് റെഡ് കളർ എഡ്ജസിൽ വരുന്ന ഒരു കളർ കോമ്പിനേഷൻ. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റോസ് ടൈപ്പ് ഫ്ലവറാണ്, മൾട്ടിപ്പെറ്റൽ തന്നെയാണ്. നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA39. നെക്സ്റ്റ് വരുന്നതും ഒരു യെല്ലോ പ്ലസ് പിങ്ക് ഷെയ്ഡാണ്. പിങ്ക് ഷെയ്ഡ് ആ ലൈൻസ് മാത്രം, സെൻറ്ററിൽ കൂടെ ലൈനാണ്. നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ്. നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA38. നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ ഫ്ലവർ തന്നെയാണ്. സെൻറ്ററിൽ കൂടെ മാത്രം ലൈൻ വരുന്ന ഒരു പ്ലാന്റ് ടൈപ്പാണ്. നമുക്കിതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA37. നെക്സ്റ്റ് നമ്മുടെ ഫൈനൽ ഈ വീഡിയോയിലൊരു ഫൈനൽ നമ്മളിടാൻ പോകുന്ന ഒരു ഫ്ലവറാണ്. ഇതും ഒരു യെല്ലോ ഫ്ലവറിൽ റെഡ് ലൈൻസ് വരുന്ന ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ്. സോ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ഫ്ലവർ നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA36. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ 5th വീഡിയോ ആണ്, 5th പാർട്ടാണ്. സോ എല്ലാവർക്കും ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നോട്ടിഫിക്കേഷൻ വരും. സോ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഏത് ഫ്ലവറാണ് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഉടനെ ചെയ്യാം. അടുത്ത വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പം ബൈ ഫ്രം എക്സോട്ടിക് വാലി യൂട്യൂബ് ചാനൽ.